കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മാറും പുതുലോകം ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം ജനറേഷൻ തോറും മാറും പുതുലോകം ഈ ലോകത്തിൽ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പം പന്തളം NSS ട്രെയിനിങ് കോളേജിലാണ് ഉള്ളത്. നമ്മളിവിടുത്തെ 5 ദിവസത്തെ ഒരു ക്യാമ്പ്, ഇവിടുത്തെ 2ാം വർഷ BEd വിദ്യാർത്ഥികളുടെ 5 ദിവസത്തെ പഞ്ചദിന ക്യാമ്പിന്റെ ആദ്യത്തെ ദിവസത്തെ സമാപനത്തോട് ഇങ്ങനെ അടുത്ത് പ്രോഗ്രാം പരിപാടികളെല്ലാം ഇനി ഉച്ചയ്ക്ക് ശേഷം തുടങ്ങും. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തി. രാവിലെ ഇവിടെ വന്ന ഗസ്റ്റ് ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയത്തില്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ സാർ ഞങ്ങളുടെ ജയപ്രവീൺ സാർ ഞങ്ങളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാമാണ്, ഒപ്പം നമ്മുടെ കോളേജിന്റെ എല്ലാമാണ്. സാർ എങ്ങനെയുണ്ട് ഈ ഫസ്റ്റ് ഡേയെ പറ്റി എന്താണ് അഭിപ്രായം? ഇതുവരെയുള്ള പ്രോഗ്രാമുകൾ എങ്ങനെയായിരുന്നു? ആ സെഷനും ഇതുവരെയുള്ള എല്ലാ പ്രോഗ്രാമും എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. ഒരു പക്ഷേ രാവിലത്തെ ഇനാഗുറൽ സെഷൻ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച, ഇതുവരെ എനിക്ക് തോന്നുന്നു ക്യാമ്പ് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ഇനാഗുറൽ സെഷൻ ആയിരുന്നു. എല്ലാ വിദ്യാർത്ഥികളും, അത് 55 പേരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഏറ്റവും അച്ചടക്കത്തോടെ മാതൃകാപരമായിട്ട് ഇരുന്ന ഒരു സെഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഷുഡ് ബി എക്സലന്റ് ആണ്. ഇവിടെ ഒരു സിനിമ അന്തരീക്ഷമാണ്. നമ്മുടെ മമ്മൂട്ടിയുടെ കട്ടൗട്ട് ഉണ്ട്, മോഹൻലാലിന്റെ കട്ടൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതൊക്കെ ഏതൊക്കെ സിനിമയിലാണെന്നുള്ളത്. ഇനി നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് അവിടെ ഇപ്പൊ ചായ കുടിക്കുന്ന സമയമാണ്. അപ്പൊ അവരുടെ ഇടയിൽ ഈ ക്യാമ്പിനെ പറ്റിയുള്ള ഒരു അഭിപ്രായവും ഒപ്പം ഇപ്പൊ ഈ 1 ഡേ ഇത്ര വരെ എത്തി, ഇതുവരെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം. വൈകിട്ടത്തേന് എന്താണ് കരുതി വെച്ചേക്കുന്നത്? മട്ടൻ ചിക്കൻ വൈകിട്ടത്തേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് കരുതി വെച്ചേക്കുന്നത്? എന്തൊക്കെ പരിപാടിയാണ് ഉള്ളത്? വൈകിട്ടത്തേക്ക് വിവിധ ഇനങ്ങളായ കലാപരിപാടികളാണ് നമ്മൾ നടത്തുന്നത്. കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിത്വമായിരിക്കും. നമ്മൾ പുറത്തുനിന്നൊക്കെ ഇമ്പോർട്ട് ട്വിസ്റ്റ് ആയിരിക്കും. ആരും പ്രതീക്ഷിക്കില്ല. എല്ലാവർക്കും സന്തോഷവും സങ്കടവും ഒരേ സമയം വരുന്ന ഒരു ട്വിസ്റ്റ് ആണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഡബ് സ്മാഷ് എന്ന് പറയുന്ന മനോഹരമായ കലാപരിപാടി ആസ്വാദനം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മിമിക്രി ഇവന്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഇവന്റ് ആണ്. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ ഫാഷൻ ഷോ പ്ലസ് DJ പാടി. ഞാൻ 5 ദിവസം 10 ദിവസം ഇവിടെ കാണും. പട്ടിയുടെ കിരുനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീ എന്റെ പഴയത് ചോദിച്ചപ്പോ അവിടെ ഇരുന്ന് കൊണ്ടുവരുന്നത് ഞാൻ തലയിലെറിഞ്ഞു പൊട്ടിച്ചു. അനിത രമേശ് സാറായിട്ട്, ഹൃതിക്ക് അനുശ്രീ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും സാർ. ഇപ്പോ 5 വർഷത്തെ ചെയ്യാൻ പറ്റും.
പുലരാൻ നേരം ജനവാതിൽ പുതുതായെത്തും കിളി ചൊല്ലി അറിയാ നാട്ടിൽ പൊഴിയും മണ്ണിൽ തിരയൂ നിന്റെ വഴി അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി രാവ് പകലോളം നേരത്ത് ഓർമ്മയുടെ ഓളം നീണ്ടിട്ട് ഓടി അരികാരോ വന്നില്ലേ മിഴിയൊന്നു തിളങ്ങിയില്ലേ. തിളങ്ങി കാറ്റും കോളും തുടങ്ങി നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി ദേ കൺമുന്നിൽ പറന്ന് കാക്കിൻ കാക്ക കുരുന്നായി കൂട്ടമോടെ കേട്ട് നിന്ന് ടിഷു ടിഷു. ഹലോ ഗൈസ്, ഇവിടെ വെള്ളമില്ല ഗൈസ്. അവസാനം ഞങ്ങൾ അപ്പുറത്തെ കോളേജിൽ പോയി കുളിക്കാൻ പോയാണ് ഗൈസ്. കിട്ടുമോ നമ്മളെ ഫ്രണ്ട്? ഫ്ലാഷ് ഇട്ടില്ലേ? പ്രേതം, ഇത് രാഹുൽ പ്രേതം. അപ്പുറത്ത് ഇപ്പൊ സെക്യൂരിറ്റി വന്നിട്ട് ഇത് ഞാൻ ബാക്കിലോട്ടോ സാറ് എടുക്കുന്ന രാമൻകുട്ടി, താങ്കൾക്ക് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ ഒരു മികച്ച ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും പോഷക സമൃദ്ധമായ ആഹാരമാണ് നിങ്ങൾ നൽകുന്നത്. ഇതുവരെ ആർക്കും രാവിലെ മുട്ട കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ നികത്തി മുട്ടയും പാലും പഴവും എല്ലാം കൊടുത്ത് എല്ലാവരുടെയും വയർ നിറയ്ക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും നല്ല കർമ്മം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളി വളാരോ തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളി വളാരോ ഭഗീരഥൻ പിള്ള. കളിയല്ലേ രുചി
രാരവേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല സദ്ഗുണ ജയശീല രാരവേണു ഗോപാല രാജിത സദ്ഗുണ സണ്ണി ഗംഗ എവിടെ എന്താണ് ചോദിച്ചത്? നോക്കാം. ശോഭനയുടെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളുമായി മോഹൻലാലും സുരേഷ് ഗോപിയും വേഷമിട്ട ഫാസിൽ ചിത്രം മണിച്ചിത്രത്താഴ് ഡിസംബർ 12 വ്യാഴാഴ്ച രാത്രി 7:30. ചെത്തി ഉപ്പിലിട്ട മാങ്ങയാക്കി മാറ്റുമിന്നു ഞാൻ. യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ അതിമനോഹരമായ ഒരു ഗാനം. അത് വിനോദ് ഒറ്റയ്ക്ക് പാടി അതിന് മനോഹരമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കടലൊരു മണവാളം കരയോ നല്ലൊരു മണവാട്ടി കടലൊരു മണവാളം കരയോ നല്ലൊരു മണവാട്ടി പണ്ടേ പണ്ടേ പായിരുന്നു പഹിടയുരുട്ടി കളിയല്ലോ ചായം മാഞ്ഞതോ സൂചി കണ്ട് കുത്തി കെട്ടിയിട്ട പട്ടമാക്കി മാറ്റുമെന്നു ഞാൻ. വന്നു പോയതറിഞ്ഞില്ല ഓമനേ കാലം നീ വന്നു നിന്നു നീ എന്റെ ജന്മസാഫല്യമേ നീ വന്നു നിന്നു നീ എന്റെ ജന്മസാഫല്യമേ ആയിരം കണ്ണുമാർ കാത്തിരുന്നു നിന്നെ ഞാൻ നിന്നിൽ നിന്നും പറന്നതെന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ